ഇന്നലെ ആരോ ഇവൻ എഞ്ചിനീയർ ആന്ന് പറഞ്ഞപ്പോ ഞാൻ നെട്ടി. കാരണം സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് അങ്ങനെ ഒരു കിട്ടാറില്ലേ? ഇവള് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടാറുണ്ട്. ബികോം ഡ്രോപ്പ് ഔട്ട് ആണ്. ബികോം ഫെയിൽ. അപ്പൊ അതെനിക്ക് നമുക്ക് കാണുമ്പോ സംസാരിക്കുമ്പോ കിട്ടാറുണ്ട്. ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 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 ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഹാപ്പി അവേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ലൊക്കേഷൻ സെർച്ചിന്റെ. ലൈക്ക് അതിനകത്ത് ഒരുപാട് വീടുകൾ ഒക്കെ നിങ്ങളുടെ പേരുകളും അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇത് അത്രയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നടക്കുന്ന കുറെ അടുത്തടുത്ത വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണോ? അതെ, ഒരു നെയ്ബർഹുഡ്, ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ലൈക്ക് ഇപ്പം പൂജയുടെ ക്യാരക്ടർ ആണെങ്കിലും മെറിന്റെ ക്യാരക്ടർ ആണെങ്കിലും അഖില ഉണ്ട് പടത്തിൽ. അഖിലയുടെ ക്യാരക്ടർ നമ്മളെല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിലെ നെയ്ബേഴ്സ് ആണ്. അവിടേക്ക് ബേസിലിന്റെ ക്യാരക്ടറും ഫാമിലിയും വരുമ്പം മാറുന്ന പരിപാടികളാണ് പടം. അതോടെ ഞങ്ങളുടെ താളങ്ങൾ പോവുകയാണ്. റിതം ഓഫ് ദ കമ്മ്യൂണിറ്റി സ്ഥിരമുണ്ടായത്. അതിൽ തന്നെ നിങ്ങളുടെ ലൈക് വിമൻ കോംബോ ഇല്ലേ, നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചുള്ള അത് എത്രത്തോളം രസകരമായിരുന്നു? ലൈക് യു ആർ ബീൻ സെയിങ് ലൈക്ക് ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ജേർണി ഫോർ ദിസ് മൂവി അതെങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് അമേസിംഗ് അല്ലേ? നിങ്ങൾ പറയും. എന്താ വെച്ചാല് ഇപ്പൊ അഖില, എനിക്ക് കൂടുതൽ അഖിലയും നസ്രിയായിട്ടാണ് സീൻസ് ഉള്ളത്. അപ്പം ഒരുമിച്ച് ഇവരുടെ ഒരു എനർജി എടുത്ത് നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യാം. യൂഷ്വലി ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമയിലൊക്കെ സ്ത്രീ സാന്നിധ്യം ഇല്ലാത്ത മലയാള സിനിമകളിൽ അഭിനയിച്ച ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും ഇവരെ കൂടെ ഒന്നാമത് ഇവര് നല്ല ആക്ടേഴ്സും ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആ എനർജി നമ്മുടെ പെർഫോമൻസിനെയും ഐ ഹോപ്പ് ഇറ്റ് ഇസ് മെയ്ഡ് the performance also better and different. In your experience, ആക്ച്വലി പ്രോമോ സോങ്ങിലാണ് ഞങ്ങൾ ആസ് എ ലേഡി ഗ്യാങ് വരുന്നത്. സിനിമയിൽ എനിക്ക് ആകെ നസറിയും ബേസിലായിട്ട് മാത്രമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഐ ഗെസ് എനിക്ക് നച്ചുമായിട്ട് കുറച്ചുകൂടി ഒരു എനർജി ഭയങ്കര ഫീൽ ചെയ്തത് പ്രോമോ സോങ്ങിന്റെ ഷൂട്ട് ഡേയ്സ് ടൈമിലായിരുന്നു. ബിക്കോസ് വി ഗോട്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. മെറിന്റെ ഒരുപാട് കാര്യങ്ങൾ അന്നാണ് ഞാൻ അറിയുന്നത്. ജേർണലിസ്റ്റ് ഇന്നലെ ആരോ ഇവൻ എഞ്ചിനീയർ ആന്ന് പറഞ്ഞപ്പോ ഞാൻ നെട്ടി. കാരണം സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് അങ്ങനെ ഒരു കിട്ടാറില്ലേ? ഇവള് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടാറുണ്ട്. ബികോം ഡ്രോപ്പ് ഔട്ട് ആണ്. ബികോം ഫെയിൽ. അപ്പൊ അതെനിക്ക് നമുക്ക് കാണുമ്പോ സംസാരിക്കുമ്പോ കിട്ടാറുണ്ട്. ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ സമയത്ത് തന്നെ സ്വിച്ച് ഓൺ മുതലുള്ള പാക്കപ്പ് വരെയുള്ള സാധനങ്ങൾ ലൈക്ക് അവരുടെ പേജിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പാക്കപ്പ് പാർട്ടി ലൈക്ക് ആ ഒരു വീഡിയോ വാസ് ഭയങ്കര രസമുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നിച്ചുള്ള ഈവൻ ടെക്നിക്കൽ ടീമിന്റെ കൂടെ ആണെങ്കിലും നിങ്ങൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒന്നിച്ചുള്ള മൊമെന്റ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. ലൈക്ക് അത് കാണാൻ തന്നെ. ഹൗ വാസ് ദിസ് എക്സ്പീരിയൻസ് ഓഫ് സൂക്ഷ്മദർശിനി? ആ ഒരു സെറ്റ്, അവിടെയുള്ള ഒരു അത്രയും ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സെറ്റിൽ പോവാനും. കാരണം ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ. എന്റെ തല തിന്നാലോ എന്നും വന്നിട്ട് ഒരു ഇരയെ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു എനിക്ക് കൂടുതലായിട്ട്. അവർക്ക് അത് നമുക്ക് ചളിയൊക്കെ അടിച്ചിരിക്കാന്ന്. പക്ഷെ ഏറ്റവും കൂടുതൽ എരിയത് ബേസിലാണ്. അങ്ങനൊന്നുമില്ല. മെറിൻ നീ മറക്കുന്നു, നീ വന്ന വഴി മറക്കുന്നു. പ്രോമോ സോങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവരൊരു ടീമായി. അതുവരെ നമ്മൾ പിന്നെ സമീർക്കയും ഷൈജുക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച്, സമീർക്ക് മിന്നൽ മുരളി തൊട്ടൊക്കെ അതിന്റെ സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ പിന്നെ ജിതിൻ എം സി ഇതിന്റെ ഡയറക്ടറും ലിബിൻ, അതുൽ, ഇവരൊക്കെ റൈറ്റേഴ്സ് ഒക്കെ എനിക്ക് മുമ്പേ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് പേഴ്സണലി. എനിക്ക് ഇവർക്കും അതെ, ഇവരും സമീർക്കായിട്ടൊക്കെ വളരെ നേരത്തെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആവേശം, രോമാഞ്ചം, അപ്പോൾ എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടീം ആസ് എ ക്രൂ ഓൾറെഡി നമ്മൾ ഭയങ്കര ജെല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില സിനിമകളുണ്ട് നമുക്ക് എല്ലാ ദിവസവും ലൊക്കേഷനിൽ പോകാൻ തോന്നും. ചിലത് നമുക്ക് സ്കൂളിൽ പോകുന്ന ജോലിക്ക് പോകുന്ന ഫീലാവും. അതെ, ഒന്ന് ജോലിക്ക് പോകണം എന്നുള്ള. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ ബേസിലായിട്ട് നമുക്ക് സീൻസ് ഇല്ലെങ്കിലും ബേസിൽ വരാൻ വേണ്ടി നമുക്ക് കാത്തുകയും എന്നിട്ട് കുറെ ചളിയൊക്കെ അടിക്കുന്ന കേട്ടോണ്ട് ഇതൊരു കോംപ്ലിമെന്റ്. ബേസിക്കലി നമ്മുടെ സെറ്റിലെ ക്ലൗൺ ആയിരുന്നു. നല്ലതായിരുന്നു. നമുക്ക് പണിയെടുക്കുന്ന നീ എന്തായിരുന്നു പറയുന്നത്? ജോക്കർ. ജോക്കർ രണ്ടും തന്നെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് ഇപ്പം ഈ പാക്കപ്പിൽ നിങ്ങൾ കാണുന്ന വീഡിയോ എല്ലാം ഈ നമ്മുടെ പടവും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഇസ് ഗെറ്റിംഗ് അലോങ് റിയലി വെൽ. വി ആർ ഓൺ ദ സെയിം പേജ് ആൻഡ് സെയിം എനർജി. ഐ തിങ്ക് ദാറ്റ് റിയലി ഹെൽപ്സ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം, ടീം വർക്ക് ഉണ്ടാവുമ്പോൾ തന്നെ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യും. അതെ, അതിന്റെ സന്തോഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടത്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് എന്നുള്ളത് ഇസ് ലൈക്ക്